ഈ സർക്കാരിനെ പരാജയപ്പെടുത്തുന്നതാരാണ്? ആഭ്യന്തര വകുപ്പും ചില ഉദ്യോഗസ്ഥരുമാണ് എന്ന് പഴി കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പോലീസിനെതിരായ ഇടതുപക്ഷ പ്രവർത്തകരുടെ പരാതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ വിയോജിപ്പുണ്ട്, വിമർശനമുണ്ട്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് കൊടിയുയർന്നു നിൽക്കെ തൃശൂർ പൂരത്തിൽ പോലീസ് നടത്തിയ ഇടപെടലിലും പാർട്ടിക്കാർക്ക് മുറിവുറപ്പുണ്ട്, ചില അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിലുമുണ്ട്. നിലവിൽ 98 MLA-മാരുണ്ട് ഇടതുപക്ഷത്തിന്. അവരാരും പറയാത്തത് 2 ദിവസമായി നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുത്ത PV അൻവർ പറയുന്നു. ഒരു പാർട്ടിയുടെ ഒരു സംഘടനാ നിയന്ത്രണത്തിന്റെയും ബാധ്യതയില്ലാത്ത PV അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്ന് തുടങ്ങുന്നു ആ വിമർശനം. P ശശി ഒരു പരാജയമാണെന്ന്. നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുമോ? വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ്, അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ. ഇതിൽ വലിയ നിൽക്കാരെന്താ? ആർക്കതിന്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. P ശശിയിൽ തുടങ്ങുന്നുവെങ്കിലും ഉന്നം ADGP MR അജിത് കുമാറാണ്. നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച അജിത് കുമാറിന് മുന്നിൽ സ്വർണ്ണക്കടത്ത് മുതൽ കൊലപാതകം വരെ ആരോപിക്കുന്നു അൻവർ. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാനൊരു പ്രസ്താവന നടത്തി. ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? ഇതിലൊരു കഴമ്പില്ല. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. ഈ പോലീസാണോ നീതി നടത്തുന്ന MR അജിത് കുമാർ? നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേ അറ്റം. ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അതിന് പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട്, കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട വേറെ വിഷയമാണ്. സർക്കാരിനെയും പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പോലീസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും അൻവറിൽ നിന്നുണ്ടായി. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ വെട്ടിലാക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, അതുപോലെ തന്നെ ADGP അജിത് കുമാർ മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം, ഉത്തരവാദിത്വം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടുവോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എൻ്റെ പ്രധാന പ്രശ്നം. അതില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഈ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച അൻവർ ആദ്യം ലക്ഷ്യം വെച്ച സുജിത് ദാസിനെയും വെറുതെ വിടുന്നില്ല. പത്തനംതിട്ട SP ആരോപണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം വരെ നീളുന്നു. സുജിത് ദാസ് IPS വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു എന്നൊക്കെറിയാം. അയാൾ കസ്റ്റംസിലായിരുന്നു. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നടത്തുന്നുണ്ട്. ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ കസ്റ്റംസിലെ ഒരു സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കേസ് പിടിച്ചല്ലോ അല്ലേ സുജിത് ദാസ്? അത്ഭുതമായിരുന്നു. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോട്ടിലിട്ട് പോലീസ് പിടിക്കുന്നല്ലേ? കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കണ്ടാൽ ഇവനെ കടത്തിവിടുക. അപ്പോൾ പുറത്തു നിൽക്കുന്ന പോലീസിന് വിവരം, ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും. അപ്പോൾ നമുക്ക് തോന്നും എന്താണ് എന്നാൽ കസ്റ്റംസിനെ അങ്ങോട്ട് പിടിച്ചാൽ പോരെ. അവിടെ കംപ്ലീറ്റ് CCTV ഒബ്സർവേഷനിലാണ്. ഒരു ബിസ്ക്കറ്റ് എന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV അൻവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പിടുത്തം, കോടാനക്കോടി ഉറുപ്പിയുടെ സ്വർണ്ണം പിടുത്തം. കേരളവും റിപ്പോർട്ടർ TVയും ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് താനൂർ കസ്റ്റഡി കൊലപാതകം. ആ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തുവിടുന്നുണ്ട് അൻവർ.
മുൻ SP സുജിത് ദാസുമായുള്ള സംഭാഷണം വാർത്താ സമ്മേളനത്തിനിടെ പുറത്തുവിട്ടു PVN. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അവന്റെ മരണകാരണം എന്താ? അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ MDMA 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാണ്. ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്ലഡിൽ കലരും. ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇത് നെർവ്സിൽ കയറി. അപ്പം ഈ ധമനികൾ ഇതെടുത്തിട്ട് ഹൃദയത്തിലെത്തിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നിലയ്ക്കും. പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് 90% ധമനികൾ ബ്ലോക്ക് ആയിരുന്നു. അതായത് 90% ബ്ലോക്ക് അടി കൊടുത്താൽ തീരും. ആ രീതിക്കാണ് അവർക്ക്. അപ്പൊ അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ. ഹലോ, കേൾക്കാമോ? അതെ, കോള് കയറുന്നതാണ്. അതാണ് ഈ വാട്സാപ്പിൽ വിളിക്കുമ്പോൾ വലിയ പ്രശ്നം ഇതാണല്ലോ. അപ്പൊ പല്ല് മുഴുവൻ ദ്രവിച്ചു പോയി. അതായിരുന്നു അവന്റെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ഒരാള് കിട്ടി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ. കാരണം ഇവരൊന്നും ചെയ്തുമില്ല. ഇവൻ ഈ വണ്ടി കിടന്ന് ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും കിടന്ന് ഇടിക്കുന്നുണ്ട്, കാലിൽ കടിക്കുന്നുണ്ട്. അപ്പൊ ഈ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിറുലൻ സ്വഭാവം ഉണ്ടല്ലോ, അതാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവൻ ആരോടും പറഞ്ഞുമില്ല. അപ്പം ഇവര് ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പൊ അത് അറിഞ്ഞില്ല. ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു എന്ന് SP പറഞ്ഞത് ഒരു കസ്റ്റഡി കൊലപാതകത്തെക്കുറിച്ചാണ്. തന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഡാൻസ് ഓഫിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജയിലിനുള്ളിലാണ്. ഈ സാഹചര്യത്തിലാണ് SP-യുടെ ഈ തുറന്നു പറച്ചിൽ. ഏറ്റവും ഒടുവിൽ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട് PVN. എല്ലാം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ശബ്ദരേഖ പുറത്തുവിട്ടതും ഫോൺ ചോർത്തിയതും. അപ്പോൾ ആദ്യമായിട്ട് കേരളീയ സമൂഹത്തിനോട് പൊതുവായി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്തു. പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോർത്തി. അത് ചിലത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തു. ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിൻ്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ കള്ള ഗ്രൂപ്പിൻ്റെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പക്ക ക്രിമിനൽസിൻ്റെ, ഈ നാടിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ, സർക്കാരിനെ, എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത്. ആഭ്യന്തര വകുപ്പിൽ അധോലോകമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിപ്പം കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ, ഇടതു നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്, റിട്ടയർഡ് SP KM ആന്റണി, ഒപ്പം റംല മാമി എന്ന മുഹമ്മദ് അട്ടൂരാൻ്റെ സഹോദരിയും ഒപ്പം ചേരുന്നുണ്ട്. അദീബ മാമി എന്ന മുഹമ്മദ് അട്ടൂരാൻ്റെ മകളും നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം അദീബയിലേക്ക് പോകുന്നു. അദീബ, റംല, നമസ്കാരം. 1 വർഷമായി മാമിയെ കാണാതായിട്ട്. അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന് PVN പറയുന്നതോടെ അതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്, അതിൻ്റെ അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. റംല, ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2023 എന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് മാസത്തിൽ? ഓഗസ്റ്റ് 21 വൈകുന്നേരം 7 മണിക്ക് മാമി അരയടത്ത് പാലത്തുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള CD ടവറിലെ ഓഫീസിൽ, അവിടെ നിന്ന് പള്ളിയുടെ അടുത്ത് നിന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മാമി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഭാര്യയെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റാവും വീട്ടിലെത്താൻ എന്നുള്ള കാര്യവും ഒരു 7:30 കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാമിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ വീട്ടുകാരും സുഹൃത്തുക്കളൊന്നും വിളിച്ചിട്ട് മാമിയുടെ ഫോണിലേക്ക് മറ്റേതെങ്കിലും കോളുകൾ വന്നതായി പിന്നീട് തെളിഞ്ഞിട്ടുണ്ടോ റംല?
മമ്മിയുടെ ഫോണിലേക്ക് സാധാരണ കോൺടാക്ട് ചെയ്യുന്ന കോളുകളല്ലാതെ ഒരു സംശയാസ്പദമായ രീതിയിലുള്ള കോളുകളൊന്നും ഇല്ല എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് നമുക്ക് വന്നത്. പിന്നെ 22-ാം തീയതി ഉച്ചയ്ക്ക് മമ്മിയുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. അത് ലൊക്കേഷൻ പോലീസ് പറഞ്ഞത് കോഴിക്കോടിന് അടുത്തുള്ള തലക്കുളത്തൂർ വെച്ചിട്ടായിരുന്നു. ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് മമ്മിയുടെ ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആവുന്നതും അതിൽ നിന്ന് അദ്ദേഹം മമ്മിയുടെ ഡ്രൈവറായ രജിത്തിനെയും പിന്നെ ഒരു ബിസിനസ് പാർട്ട്ണറായ ബിനോജ് എന്ന ആളെയും മമ്മിയുടെ വൈഫിനെയും വിളിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും പിന്നെ അതിനുശേഷം നമുക്ക് ആർക്കും കേൾക്കാം പറഞ്ഞിട്ടുമില്ല. ഓക്കെ റംല, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 21-ാം തീയതി കാണാതാവുന്നു, 22-ാം തീയതി ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആവുന്നു. ആ സ്വിച്ച് ഓൺ ആകുമ്പോൾ സംശയം തോന്നിയ ചില ആളുകളെ പിന്നീട് വിളിച്ചു വരുത്തുന്നു. അതിലൊരു പാർട്ട്ണറുണ്ട്, ഡ്രൈവറുണ്ട്, പിന്നെ ഇവരെയാണ് പ്രധാനമായിട്ടും വിളിച്ചു വരുത്തുന്നത്. അതിനുശേഷം വിളിച്ച് വരുത്തിയതല്ല സാർ, അവരെ ബിസിനസ് ആവശ്യാർത്ഥം ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യാർത്ഥം അവർ പുറത്തായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക്. ആ രജിസ്ട്രേഷൻ നടക്കില്ല എന്നാണ് പറഞ്ഞതെന്നാണ് ആ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്ന ബിനോജ് എന്ന് പറഞ്ഞ മാമിയുടെ ബിസിനസ് പങ്കാളിയും പറഞ്ഞത്. ആ രജിസ്ട്രേഷൻ എത്ര രൂപയുടേതായിരുന്നു? മാമിയുടെ വൈഫിനെ വിളിച്ചിരുന്നു. അത് നടക്കാതിരുന്ന രജിസ്ട്രേഷൻ, കൃത്യമായിട്ട് നമുക്ക് ധാരണയില്ല. അതെ, അത് നമുക്ക് കൃത്യമായിട്ട് ധാരണയില്ല. 1 CR മുകളിലുള്ളൊരു രജിസ്ട്രേഷൻ ആയിരുന്നു എന്നാണ് നമ്മളെ ധാരണ. ഓക്കെ, അദീബ കൂടി നമുക്കൊപ്പമുണ്ട്, മകൾ അദീബ. അതിനുശേഷം അന്വേഷണം നടക്കാവ് പോലീസ് സ്റ്റേഷനെയാണ് ഏൽപ്പിച്ചത്. ആ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് രാജ്പാൽ മീണ അന്വേഷണം ഏറ്റെടുക്കുന്നു, പോലീസ് കമ്മീഷണർ. എന്നാൽ രാജ്പാൽ മീണയെ കോഴിക്കോട് കമ്മീഷണറെ അതിൽ നിന്നും മാറ്റി മലപ്പുറം SP ആയ ശശിധരൻ ഇപ്പോൾ ആരോപണ വിധേയനായ അജിത് കുമാറിൻ്റെ അനുയായിയും അജിത് കുമാറിൻ്റെ ടീമിൽപ്പെട്ട ശശിധരനെ അന്വേഷണം ഏൽപ്പിക്കുന്നു. മാത്രവുമല്ല, അത്ഭുതകരമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമാകുന്നു. ഇതല്ലേ സംഭവിച്ചത് അദീബ? അദീബ, എന്തൊക്കെയാണ് അദീബയുടെ സംശയം വാപ്പയുടെ കാര്യത്തിൽ? എൻ്റെ ഉപ്പ മിസ്സായിട്ട് കറക്റ്റ് 1 കൊല്ലം കഴിഞ്ഞ് ഓഗസ്റ്റ് 21-നാണ് 1 കൊല്ലം കഴിഞ്ഞത്. നമ്മൾ ഡെയിലി ഉപ്പ മിസ്സായ അന്ന് മുതൽ 22-ാം തീയതി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തത്. അന്ന് മുതൽ നമ്മൾ ഒരു 6 മാസം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആദ്യത്തെ ഒരു 3 മന്ത് നമ്മൾ ഡെയിലി സ്റ്റേഷനിൽ പോവുമായിരുന്നു, അപ്ഡേറ്റ്സ് ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് സംശയം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും CCTV, AI ക്യാമറ, അത്രയും ഫെസിലിറ്റീസുള്ള ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ ഉപ്പയുടെ അതും കോഴിക്കോട് ടൗണിൽ നിന്ന് മിസ്സായിട്ട് എവിടെയും ഒരു വിഷ്വൽസും കാണുന്നില്ല. അതുമല്ല ബീച്ച് സൈഡ്, അന്ന് രാവിലെ ബീച്ച് സൈഡ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീച്ചിലൊക്കെ അത്രയും ക്യാമറകളുള്ള കാലഘട്ടമാണ്. അതുമല്ല കോഴിക്കോട് ടൗണിൽ നിന്നാണ് മിസ്സായത്. അവിടുന്നും ഒരു വിഷ്വൽസും എവിടെയും ഉപ്പൻ്റെ വിഷ്വൽസ് കിട്ടുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. പിന്നെ ഉപ്പയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറഞ്ഞു വിഷ്വൽസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസിനോട് പിന്നെ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ അവർ പിന്നെ വന്ന് വിഷ്വൽസൊന്നും ചെക്ക് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളത്രയും പോലീസിൻ്റെ അടുത്ത് പോവും, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അവർ ഒരു 10 ദിവസം പിന്നെയും വേണം, പിന്നെയും 15 ദിവസം വേണം, അങ്ങനെ നമ്മളെ പറഞ്ഞ് ഡിലേ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഈ പഴയ CI സാറ് മാറി പുതിയ ആൾ വന്നിട്ടുണ്ടായിരുന്നു, പുതിയ സാറ് വന്നിരുന്നു. അപ്പോൾ ആ സാറ് പറഞ്ഞത് നമ്മളെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് വന്ന വലിയൊരു ഫോൾട്ടാണ്. കാരണം പോലീസിൻ്റെ ഒരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട്, അത് ഈ 7-8 മാസങ്ങളായിട്ട് അത് ഇനിയിപ്പം കിട്ടൂല. സ്റ്റാർട്ടിങ്ങിലുള്ള ഗോൾഡൻ ഹവേഴ്സ് ആയിരുന്നു ഇമ്പോർട്ടൻറ്റ്, അത് നഷ്ടപ്പെട്ട്. അപ്പോൾ അത് പോലീസിൻ്റെ സൈഡിൽ നിന്നുള്ള ഫോൾട്ടാണെന്ന് തന്നെ അവർ അംഗീകരിച്ച കാര്യമായിരുന്നു. എന്നിട്ടും അതിൻ്റെ ശേഷവും അവർ അന്വേഷിച്ചിട്ടും അവർക്കൊന്നും
ഒന്നും കണ്ടെത്താനായിട്ടില്ല. അത് നമ്മളോട് CI സാറ് പറഞ്ഞിരുന്നു. അതായത് ഒരു 3-4 മാസമുള്ള ടൈമിലൊക്കെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള നമ്മളോട് പോലീസ് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് നമ്മളോട് പറയാൻ തുടങ്ങിയത് 99% ഉപ്പ ജീവിച്ചിരിപ്പില്ല എന്നാണ്. അപ്പം നമ്മളതെങ്ങനെ വിശ്വസിക്കുക? ഒരു തെളിവില്ലാണ്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റൂല. ഈ ഒരു അപ്പോൾ നമ്മൾ ചോദിച്ചു, അതിന് നമുക്ക് തെളിവ് വേണ്ടേ, വിശ്വസിക്കാൻ തെളിവ് വേണ്ടേ? അപ്പോൾ പോലീസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും അറിയാൻ പറ്റും. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടും. അപ്പം തിരിച്ചാണെങ്കിലും അങ്ങനെയല്ലേ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് അവർക്ക് കിട്ടണ്ടേ? അപ്പം അത് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞത്. നമുക്കത് അറിയില്ല എന്ത് അപ്ഡേറ്റാണ് അവർക്ക് കിട്ടിയത്. ഉപ്പ ഇല്ല എന്നുള്ള എന്ത് തെളിവാണ് അവർക്ക് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഉപ്പ വരുമെന്ന് പിന്നെയും പോലീസ് തെളിവ് തരാത്തതുകൊണ്ട് ഉപ്പ തിരിച്ചു വരും, ഉപ്പ ആരോ പിടിയിലുണ്ട്, ഉപ്പ തിരിച്ചു വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റിലാണ് നമ്മൾ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ മാമിയെ ഇതേപോലെ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടോ? മാമി അവിടെ സാമൂഹികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തി കൂടിയാണെന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത്. വളരെ ജനപ്രിയനായിരുന്നു കോഴിക്കോട്ടെ വ്യാപാര സമൂഹത്തിലടക്കം. അതെ, ഉപ്പ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എന്ത് ഹോസ്പിറ്റൽ കേസാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും നമ്മൾ ഫാമിലിയിൽ ഫ്രണ്ട്സും നെയ്ബേഴ്സും എല്ലാവരും നാട്ടുകാരെല്ലാവരും ഉപ്പനായിരുന്നു വിളിക്കാറ്. എന്താവശ്യത്തിനും മുന്നിൽ നിന്നൊരാളായിരുന്നു. ചാരിറ്റി ആണെങ്കിലും ഏത് ആവശ്യത്തിനാണെങ്കിലും. അപ്പം നമുക്കെന്ന് മാത്രമല്ല, ഉപ്പ മിസ്സിങ് ആയത്, ഉപ്പ ഇവിടെ ബാലുശ്ശേരിയാണ് ഉപ്പൻ്റെ നാട്. അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇവിടെ കോഴിക്കോട് വരുമ്പം ആകെ ഒരാളെന്ന് പറയാൻ ഉപ്പ മാത്രമേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും ഉപ്പനെ വിളിക്കാറായിരുന്നു. പക്ഷേ ഇപ്പം ഉപ്പ ഇല്ലാതായോടെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നതായോ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഭീഷണി ഉള്ളതായോ അദീബയ്ക്കോ ഉമ്മയ്ക്കോ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഉപ്പ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു, അത്രയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാവരോടും ആരെ കാണുമ്പോഴും, ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ ആരെ കാണുകയാണെങ്കിലും സംസാരിക്കും. അത്രയും കമ്പനി ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒരിക്കലും ഉപ്പക്ക് അങ്ങനത്തെ ഒരു ശത്രുത ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇനിയിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ്, അങ്ങനെ എന്തെങ്കിലും. അദീബ, ഏറ്റവും ഒടുവിൽ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നിങ്ങളെ ഒരു വിവരം അറിയിക്കുന്നത് എപ്പോഴാണ്? ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും വിവരം നിങ്ങളെ അറിയിക്കുന്നത് എപ്പോഴാണ്? ഏതു സമയത്താണ്? ഇല്ല, പോലീസ് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് വിവരങ്ങളൊന്നും ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ഒരു വർഷമായിട്ടും നിങ്ങൾക്ക് ഒരു വിവരവും പോലീസ് നിങ്ങളെ വിളിച്ചറിയിച്ചിട്ടേ ഇല്ല എന്നതാണ്. ഇല്ല, എന്നെ വിളിച്ചിട്ട് പോലീസൊന്നും അങ്ങനെ വിവരങ്ങളൊന്നും ഉപ്പയ്ക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് കാര്യങ്ങളൊന്നും വിളിച്ചറിയിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പം നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സ്റ്റേഷനിൽ പോകും. അപ്പം നമ്മളോട് കാര്യങ്ങൾ പറയും. പക്ഷേ അതിലാണെങ്കിലും അവർക്ക് തെളിവെന്ന് പറയാനൊന്നും ആയിട്ടില്ല. വലിയ തുകയ്ക്കുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തിയിരുന്നയാളാണ് മുഹമ്മദ് അട്ടൂരാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിൽ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയോ അവരുടെ താല്പര്യത്തിനെതിരായി പോവുകയോ ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ തള്ളിക്കളയുന്നില്ലല്ലോ. ഇല്ല, നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഉപ്പയുടെ എങ്ങനത്തെ കച്ചവടങ്ങളാണ്, ഏതിലൊക്കെയാണ് ഉപ്പ ഇൻവോൾവ് ആയിട്ടുള്ളത്, കുറച്ചൊക്കെ നമ്മൾ പോകുമ്പോൾ ഉപ്പ നമ്മളോട് കാര്യങ്ങൾ പറയും. അതല്ലാതെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല. അദീബയുടെ സംശയം എന്താണ്? ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ADGP അജിത് കുമാർ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട രീതിയിൽ ഈ അന്വേഷണത്തിൽ ഇടപെട്ടു എന്നൊരു പരാതി അദീബയ്ക്കുണ്ടോ? നമുക്ക് പോലീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ഓൾറെഡി ഇത്രയും ശതമാനം അവർ പറയുന്നുണ്ടല്ലോ കിട്ടും എന്നുള്ളത്. മീൻസ് ഉപ്പൊക്കെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവർ ഉറപ്പ് പറയുമ്പോൾ അവർക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു ലാസ്റ്റ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് ADGP സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിലൊന്നും നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. മീൻസ് ഇപ്പോൾ ഈ MLA സാറ് പറഞ്ഞല്ലോ, അതായത് ADGP സാറ് ഇങ്ങനത്തെ ഒരു കാര്യം MLA സാറ് പറഞ്ഞല്ലോ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇദ്ദേഹം എന്തിനാണ് മീറ്റിങ്ങിന് വന്നത്? നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുത്തത്. എന്തെങ്കിലും നല്ല അപ്ഡേറ്റ്സ് നമുക്ക് ഉണ്ടാവും, നമ്മളെ കേസിന് എന്തെങ്കിലും ഉണ്ടാവും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മളും സംശയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ADGP അജിത് കുമാർ ഈ അന്വേഷണത്തിലെ മീറ്റിംഗിൽ പങ്കെടുത്തതിൽ ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാനാണോ എന്ന്?
അതെ അതെ, കാരണം നമുക്ക് ഒന്നും കിട്ടുന്നില്ല, ഒരു തെളിവുകളും. അതുമല്ല ADGP സാറാണ് ഇങ്ങനത്തെ കേസും കാര്യങ്ങളും പോലീസിൻ്റെത് ഫുൾ ഇപ്പോൾ ADGP സാറാണ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നതും. പിന്നെ മലപ്പുറം SP ആണ് നമ്മൾ കാണാൻ പോയിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴാണ് MLA സാർ പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. റംല, ഈ മുഹമ്മദ് അട്ടൂരാൻ എന്ന മാമിയുടെ അസാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ മാമിയെ നിശബ്ദനാക്കാനോ മാമിയുടെ സാന്നിധ്യം ബുദ്ധിമുട്ടിക്കുകയോ ചെയ്ത മനുഷ്യർ റംലയുടെ പരിചയത്തിലോ കേട്ടുകേൾവിയിലോ ഉണ്ടോ? വലിയ ബിസിനസ്സാണ്, കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആളാണ് മാമി. തീർച്ചയായും അങ്ങനെ ഒരു സംശയം നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് കാര്യങ്ങൾ മാമി വീട്ടിലൊന്നും ഷെയർ ചെയ്തിരുന്നില്ല. ഒരു ശത്രുക്കൾ ബിസിനസ് മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ മേഖല തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിക്ക് അതിനെപ്പറ്റി ഒരു അറിവും ഇല്ല. ശരിക്കും ഉണ്ടായിരിക്കണം, ചിലപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയാണല്ലോ. അപ്പൊ മാമിയുടെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. ADGP അജിത് കുമാർ അടക്കമുള്ളവർ ഇടപെട്ടി അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നു എന്നൊരു ആരോപണം റംലയ്ക്കുണ്ടോ? തുടക്കത്തിൽ ADGP സാറ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇതിൽ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് SIT വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇത്രയും ശ്രദ്ധ മാമിയുടെ കേസിൽ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ശരിക്കും ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ SITയിലുള്ള സ്പെഷ്യൽ അന്വേഷണ ടീമിലുള്ള അംഗങ്ങൾ നമ്മൾ നേരത്തെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ടീം തന്നെയാണ്. അവർ 6 മാസത്തോളം കാര്യമായിട്ട് ഒരു അപ്ഡേറ്റ്സും നമുക്ക് തന്നിട്ടില്ല, ഒരു പ്രോഗ്രസ്സും കേസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ടീമിനെ വീണ്ടും ഈ ടീം അംഗങ്ങളായിട്ട് എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളും ഫാമിലിയും ആക്ഷൻ കമ്മിറ്റി സജീവമായിട്ട് നിൽക്കുന്നുണ്ട്, ആ ആക്ഷൻ കമ്മിറ്റിയും വേണ്ട എന്ന് പറഞ്ഞ ഒരു അന്വേഷണ ടീമിനെ വീണ്ടും ഈ അന്വേഷണം ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അൻവർ MLA വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ശരിക്കും. കാരണം ഈ തരം അലിഗേഷൻസൊക്കെ ഉള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമിച്ച അന്വേഷണ ടീമിന് എത്രമാത്രം മാമിയുടെ കേസിൽ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ആശങ്കയും പേടിയും സംശയവും ഒക്കെ. നിങ്ങളുടെ ആവശ്യം ഇപ്പോഴെന്താണ്? തീർച്ചയായിട്ടും നമുക്ക് കേരള പോലീസിലുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കേരള പോലീസ് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. പല കേസുകളും അവരുടെ വൈദഗ്ധ്യം തെളിയിച്ചവരാണ്. പക്ഷേ മാമിയുടെ കേസിൽ മാത്രം അവരെ ഒരു കൊല്ലമായിട്ടും ആദ്യത്തെ ഒരാഴ്ചയിൽ തന്ന ഒരു റിസൾട്ട് അല്ലാതെ നമുക്കിതുവരെ ഒരു റിസൾട്ടും ഒരു അപ്ഡേറ്റ്സും പോലീസിന് തരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോട് ഓരോ മാസം ഒരാഴ്ച അങ്ങനെ ഡേറ്റ് പറഞ്ഞ് അങ്ങനെ ഒരു വർഷം മുന്നോട്ട് പോയി. ഇനിയും ഈ സംഭവം നീട്ടി ഇങ്ങനെ പോവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതിന് നിങ്ങൾക്കറിയാം ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, ഒരു മനുഷ്യൻ ഒരു വർഷമായിട്ട് കാണാമറിയത്താണ്, അതും നിറയെ ക്യാമറ കണ്ണുകളുടെ ഒരു നഗരമധ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മാഞ്ഞു പോവുക ചെയ്തത്. ADGP അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഇടപെടരുതെന്നും ഈ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസി ഏൽപ്പിക്കണമെന്നുമുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിന് ഒരു തുമ്പുണ്ടാവും എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. CBI അന്വേഷണമാണ് ഈ കേസിന് വേണ്ടത്. പല അന്വേഷണ ടീമായിട്ട്. അതെ അതെ, എന്തായാലും നമുക്ക് പോലീസ് അവർ നല്ല എഫിഷ്യൻ്റായിട്ട് അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നത്. അവർ കുറേ കേസുകളും നമുക്കറിയാം കേരള പോലീസ് അത്രയും എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഉപ്പയുടെ കേസിൽ അവർ നല്ല ലാഗാണ്. അവർക്ക് എന്താ സംഭവിച്ചോ നമുക്കറിയില്ല, നമുക്കിപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് എന്തായാലും CBIക്ക് കേസ് കൊടുക്കണം തന്നെയാണ് നമ്മൾ ഫാമിലി ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഈ ദൃശ്യത്തിൽ കാണുന്ന വ്യക്തിയാണ് മുഹമ്മദ് അട്ടൂരാൻ. അദ്ദേഹത്തെ വിളിക്കുന്നത് കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം മാമി എന്ന നിലയിലാണ് സുപരിചിതൻ. മുഹമ്മദ് അട്ടൂരാൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. നിങ്ങൾ ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കുക. എവിടെയെങ്കിലും നിങ്ങൾ ഇദ്ദേഹത്തെ അവസാനം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിപ്പോർട്ടറുമായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഗുരുതരമായ ആരോപണമാണ് PV അൻവർ MLA ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതേ ആരോപണം
ആരോപണമാണ് ഇപ്പോൾ കുടുംബവും ആവർത്തിക്കുന്നത്. CBI അന്വേഷണം വേണമെന്നാണ് മാമിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം, മുഹമ്മദ് അട്ടൂരാൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. നന്ദി അദീബ, നന്ദി റംല. എന്തായാലും റിപ്പോർട്ടർ TVയും ഈ അന്വേഷണത്തോടൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. എന്താണ് മുഹമ്മദ് അട്ടൂരാന് സംഭവിച്ചത് എന്ന് നമുക്കറിയണം. തീർച്ചയായും കുടുംബത്തോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ ഏതു ഘട്ടം വരെയും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. നമുക്ക് ഈ അന്വേഷണം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാവുകയാണ്. താങ്ക് യു റംല, താങ്ക് യു അദീബ. പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റതിഥികളിലേക്ക് എത്താം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക്. PV അൻവർ MLA ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാറിനും ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പത്തനംതിട്ട SP-ക്കും ഇതടക്കമുള്ള ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉന്നയിച്ച ആരോപണം ആഭ്യന്തര വകുപ്പിൽ രാഷ്ട്രീയ നിയന്ത്രണം ഇല്ലാതെയാകുന്നുവെന്ന ഗുരുതരമായ ഒരു വിമർശനത്തിലേക്കാണ് നീണ്ടത്. നമുക്കിപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതിനിധി, ഡോക്ടർ B ജയരാജ്, ഇടത് നിരീക്ഷകൻ, KM ആന്റണി, റിട്ടയർഡ് SP എന്നിവരാണ് നമുക്കൊപ്പം. ആദ്യം B ജയരാജിലേക്ക്. B ജയരാജ്, സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തരം, അതും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് താഴെയാണ് ഒരു അധോലോക സംഘം പ്രവർത്തിക്കുന്നത് എന്നാണ് ഇടതുപക്ഷത്തു നിന്നുള്ളൊരു MLA പറയുന്നത്. ആഭ്യന്തര വകുപ്പ് ഇനി ഒരു നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുന്നത് ശരിയാണോ? ഡോക്ടർ B ജയരാജ്. ഡോക്ടർ അരുൺകുമാർ, ഈ ഒരു വിഷയത്തിന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ പൊളിറ്റീഷ്യൻ ക്രിമിനൽ നെക്സസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പോലീസ് ക്രിമിനൽ നെക്സസ് തുടങ്ങുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. കേരള ചരിത്രത്തിൽ ധാരാളം നമ്മളിത് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഒരു ഷാജി കൈലാസ് സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെയാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രിക്കി സിറ്റുവേഷനാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പാർട്ടി ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ പഴയ പോലെ സെൽഫ് ഭരണം, മുമ്പ് ബ്രാഞ്ചുകളല്ലായിരുന്നല്ലോ, സെൽഫ് ഭരണം എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും. അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ റെസ്പോൺസിബിൾ ആക്കി വിട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇവർ തന്നെയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്, ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്നതും എല്ലാം ഇവർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ, IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗം വിളിച്ചതിന് ശേഷം PV അൻവർ നടത്തിയ ഈ കുറ്റാരോപണം അത്യന്തം ഗൗരവത്തോടെയാണ് കാണുന്നത്. കാര്യം അതായത് കൊലപാതകം അടക്കം ദാവൂദ് ഇബ്രാഹിം ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അധോലോക സംഘങ്ങളും പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്വർണം പൊട്ടിക്കലും മറ്റു കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. അല്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പിറ്റേന്ന് അവരുടെ കാര്യം എന്താണെന്ന് തിരക്കാതെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയൊന്നും എടുക്കാറില്ല. കരിവാരിത്തേക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു തിരക്കഥ ചമയ്ക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ B ജയരാജ്? ഇല്ലില്ല, തീർച്ചയായിട്ടും ഇല്ല. ഇതിനകത്ത് വാസ്തവമുണ്ട്. അല്ലെങ്കിൽ PV അൻവറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിയമസഭാ മെമ്പർ ഒരിക്കലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കത്തില്ല. അങ്ങനെ B ജയരാജ് ഇതിൽ വാസ്തവം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് നിയന്ത്രിക്കേണ്ട പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പരാജയമാണെന്ന് കൂടിയാണ് താങ്കൾ പറയുന്നത്. അതുവഴി പാർട്ടി സെക്രട്ടറി അതിനകത്ത് സംശയം എന്താണ്? അത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ പരിശോധിക്കണം. ഇതെല്ലാം വലിച്ചു പുറത്തിട്ടിട്ട് കംപ്ലീറ്റ് അന്വേഷണം നടത്തണം. ഇതിനകത്ത് ആരെയും ഇവിടെ ഹൈഡ് ചെയ്യാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങളുടെ മുന്നിൽ അത് വിശ്വാസത്തിലെടുക്കണം. കാര്യം ഗവൺമെൻറ് പൊതുജനങ്ങളെ തിരഞ്ഞെടുത്തൊരു സർക്കാരാണ്, ഇവിടെ ഭരിക്കുന്ന ഒരു ജനകീയ സർക്കാരാണ്, നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ്. ആ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഇവിടുത്തെ ഓരോ ജനത്തിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് PV അൻവറിൻ്റെ ഈ ഒരു അതായത് ഇന്ന് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. PV അൻവറിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ അതിനെ ഫേസ് വാല്യൂവിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിലയബിലിറ്റി എന്താണെന്ന് അതിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ പരിശോധിക്കേണ്ടിരിക്കുന്ന ഇനി അന്വേഷണങ്ങളിലൂടെയാണ്. ആ അന്വേഷണങ്ങളുടെ തുടക്കമായിട്ടാണ് ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുന്നത്. ഉടനടി തന്നെ ഇതിന് വിത്തിൻ നോ കോഴ്സ് ഓഫ് ടൈം ഇതിനകത്തൊരു തീർപ്പുണ്ടാവും. അന്വേഷണം നടത്തും, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നതെന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് എത്ര വലിയ ഇവിടെ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. പക്ഷേ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ, ആഭ്യന്തര വകുപ്പിന് താഴെ ഒരു ദാവൂദ് ഇബ്രാഹിം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല പാലിക്കുന്നു എന്നാണ് ഇടതുപക്ഷത്തെ MLA പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പോലെയല്ല. പക്ഷേ എൻ്റെ ചോദ്യം ജിൻഡോ ജോൺ, പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ചോദ്യങ്ങളിലും വിമർശനങ്ങളിലും ഈ ADGPക്കെതിരെ ഒരു വാക്കുപോലും വരാത്തതിൻ്റെ കാരണം എന്തായിരിക്കും?
അല്ല, നമ്മൾ ശ്രീ അരുൺ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ADGPക്കെതിരെ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ ADGPയെ നിയന്ത്രിക്കുന്നവരാ പി ശശിയാണ്. പി ശശി ആരാ? പിണറായി വിജയന്റെ ആജ്ഞാനുവർത്തിയാണ്, അല്ലേ? പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ നമ്മളിത് എവിടേക്കാ ചെല്ലുന്നത്? ഇപ്പൊ ഇടത് പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന, ഇടത് സഹയാത്രികനായിട്ട് സംസാരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയരാജ് പോലും പറയുന്നത് PV അൻവറിന്റെ ആരോപണം വാസ്തവമാണെന്നാണ്, വാസ്തവമുണ്ടെന്നാണ്. അങ്ങനെ വാസ്തവമുണ്ടെങ്കിൽ പി ശശി കഴിവുകെട്ട ആളാണ്, പരാജയപ്പെട്ട ആളാണ്. അതിന്റെ അർത്ഥം പരാജയപ്പെട്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ്. അതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ സീറ്റിൽ പണ്ട് SFIക്കാർ കൊണ്ടു നടന്ന വാഴയില്ലേ, ആ വാഴ വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് PV അൻവർ പറയുന്നുണ്ട് എന്റെ അച്ഛനെ പോലെയാണ് പിണറായി വിജയൻ എന്ന്. അച്ഛനെ പോലെ എന്ന് പറയുന്ന ആളുടെ അടിവയറ്റിൽ അമ്പെയ്ന്ന് കയറ്റുന്ന കൂട്ട് പണിയാണ് ഇന്ന് PV അൻവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്ക് ഒരു നിലപാടില്ലേ? CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു നിലപാടില്ലേ? അൻവറിന്റെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാ? സ്വർണം പൊട്ടിക്കൽ, അതിൽ ADGP MR അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ട്. മുൻ മലപ്പുറം SP സുജിത് ദാസ് അടക്കമുള്ള ആളുകൾക്ക് ബന്ധമുണ്ട്. ആളെ കൊല്ലലിന് ഇവർ നേതൃത്വം കൊടുത്തു. ഫോൺ ചോർത്തൽ, മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തലിന് നേതൃത്വം കൊടുത്തു. തൃശൂർ പൂരം കരക്കി അവിടെ BJPക്കാരനായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കി. തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നു. സ്വർണ്ണക്കടത്തിന് മധ്യസ്ഥത നടത്തുന്നു. താനൂർ കസ്റ്റഡി കൊലക്കേസിൽ ഇവർ അതിൽ ഇടപെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ തീവ്രവാദ സാന്നിധ്യമുള്ള ജില്ല എന്നുള്ള രീതിയിലും അതൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ജില്ലയിൽ നിന്നും പ്രചാരണം നടത്താനായിട്ട് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ക്രിമിനൽ സിൻഡിക്കേറ്റ്, MDMAയും സ്മഗ്ലിംഗും ഒക്കെ നടത്തുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റിന് നേതൃത്വം കൊടുക്കുന്നു. ഇതെല്ലാം പറയുന്ന അൻവറിന് ഇവരെ പേടിയുണ്ടെന്ന്, ജീവനിൽ പോലും ഭയമുണ്ടെന്ന് പറയുമ്പോൾ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ആളെ ദാവൂദ് ഇബ്രാഹിമിനോട് മാത്രം ഉപമിച്ചാൽ പോരാ. ഒരു ഭരണകക്ഷിയുടെ MLAക്ക് പോലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെ വിശ്വസിക്കും? ഇവിടെ LDFന്റെ പ്രതിനിധി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ അൻവറിന്റെ കയ്യിൽ ഇനിയും റെക്കോർഡിംഗുകൾ ഉണ്ടെന്ന് പറയാം. ആരെ കുറിച്ചുള്ള റെക്കോർഡിംഗ്, എന്തിനെ കുറിച്ചുള്ള റെക്കോർഡിംഗ് എന്നൊക്കെ അറിയണ്ടേ? ഇവിടെ RSS ബാന്ധവത്തെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആനി രാജ എന്ന് പറഞ്ഞ CPIയുടെ ദേശീയ നേതാവ് പറഞ്ഞപ്പോൾ അവരെല്ലാം, സംസ്ഥാന നേതാക്കന്മാരെല്ലാം ആനി രാജയെ അധിക്ഷേപിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് CPMന്റെ സഹപ്രവർത്തകരും സഹയാത്രികരും അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ RSSന് വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന്. അതിന് ഉത്തമ ഉദാഹരണമാണ് MR അജിത് കുമാർ എന്ന്. അൻവറിന്റെ പ്രസ്താവന ശരിയാണ്, വാസ്തവമാണെന്ന് ഇടത് സഹയാത്രികനായിട്ടുള്ള ഈ പറഞ്ഞ ജയരാജ് അടക്കം സമ്മതിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇവിടെ പി ശശിയും ADGP MR അജിത് കുമാറും ഒക്കെ പരാജയമാണെങ്കിൽ, അവർ RSSന് വിടുപണി ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രിമിനൽ നെക്സസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഉത്തരവാദി പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം മാറി നിൽക്കണം, രാജിവെക്കണം. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വിവരങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ കൊണ്ടുവരേണ്ട പ്രതിപക്ഷം എവിടെ പോയി? ഇത് ഭരണപക്ഷത്തു നിന്നുള്ള ഇടതുപക്ഷ MLA ആണല്ലോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ലജ്ജയില്ലേ ഇടതുപക്ഷത്തെ MLA ഉയർത്തിയ ആരോപണങ്ങൾ ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ? ഡോക്ടർ ജിൻഡോ ജോൺ. ഇല്ല, എന്തിനാ ഞങ്ങൾ ലജ്ജിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 7-8 വർഷക്കാലമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ സാന്നിധ്യമുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടില്ല ഈ നിമിഷം വരെ. അല്ല അരുൺകുമാർ, MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGPക്ക് ക്രിമിനൽ ബന്ധമുണ്ടെന്ന് CPMന്റെ LDFിലുള്ള MLA PV അൻവർ പറയുമ്പോൾ അതിനപ്പുറത്ത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. MR അജിത് കുമാറിനെ നിയന്ത്രിക്കുന്ന പി ശശിയാണ്. ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷത്തുള്ള MLAക്കാണ്, പ്രതിപക്ഷത്തിനല്ല. അല്ല, ഇതിന്റെ പിതൃത്വം ഇടതുപക്ഷം എടുക്കുകയോ ഏത് പക്ഷം വേണമെങ്കിലും എടുത്തോ. ഈ പറഞ്ഞ പോക്രിത്തരങ്ങൾ മുഴുവൻ ചെയ്യുന്ന പക്ഷത്തിനെയാണോ ഇടതുപക്ഷം എന്ന് നിങ്ങൾ വിളിക്കുന്നത്? ഇതാണ് ഇടതുപക്ഷം. ഈ MR അജിത് കുമാറിന് നേതൃത്വം കൊടുക്കുന്നവരാ പി ശശിയെ നയിക്കുന്നവരാ പിണറായി വിജയൻ. ഞങ്ങൾ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് പിണറായി വിജയനാണ്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി പിണറായി വിജയനാണ്. MR അജിത് കുമാറിനെ പോലുള്ള ഒരു ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ആഭ്യന്തര വകുപ്പിലുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പക്ഷേ ഡോക്ടർ ജിൻഡോ, ഒരു പ്രശ്നമുണ്ട്. ഈ PV അൻവർ പറഞ്ഞത് വസ്തുതയാണെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ കരുതുന്നുണ്ടെങ്കിൽ PV അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഒരു 150 കോടിയുടെ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ഗൂഢാലോചന ചമയ്ക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന് കിട്ടിയ ഈ കണ്ടെയ്നർ ലോറിയിൽ വന്ന പണം, അതിൽ ഡോക്ടർ ജിൻഡോ ജോൺ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ PV അൻവർ പല കാര്യങ്ങളും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഞങ്ങൾ PV അൻവർ പറഞ്ഞതിനോടൊപ്പം നിൽക്കുന്നില്ല. പക്ഷെ PV അൻവർ പറഞ്ഞ കുറെ ആശങ്കകൾ ശരിയാവുക ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല അരുൺ, ഞാൻ പൂർത്തിയാക്കട്ടെ.
അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. കഴിഞ്ഞ 7-7.5 വർഷക്കാലമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന, കേരളത്തിലെ പൊതുസമൂഹം പറയുന്ന, പാർട്ടിക്കാർ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് അൻവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നത്. അല്ലാതെ PV അൻവർ പലതും പറഞ്ഞിട്ടുണ്ട്. 150 കോടിയുടെ അഴിമതി പറഞ്ഞിട്ടുണ്ടല്ലോ, കള്ളപ്പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, തെളിവ് പുറത്തുവിട്ടോട്ടെ. ഇതുപോലെ പക്ഷേ അന്ന് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ സഹായിച്ചത് ഈ ADGP MR അജിത് കുമാർ ആണ് എന്നതാണ് PV അൻവറുടെ ആരോപണം. അതുകൊണ്ടാണ് PV അൻവർ ഇന്ന് ഉന്നയിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ MR അജിത് കുമാറിനെതിരെ ഒരു ശബ്ദമുരിയാടാത്തത്, പ്രതിപക്ഷത്തിനെതിരെ MR അജിത് കുമാർ ഒരു വാക്കുമുണ്ടാത്തത്. ഞങ്ങൾ MR അജിത് കുമാറിന്റെ ആശാൻ P ശശിക്കും അദ്ദേഹത്തിന്റെ ആശാൻ പിണറായി വിജയനെതിരെ പറയുന്നത്. താങ്കൾക്കത് മനസ്സിലാകുന്നില്ലേ? ഞങ്ങൾ പറയുന്നതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ, അതിനേക്കാൾ അപ്പുറത്ത് ആരെയും നമ്മൾ പറയേണ്ടത്? അൻവർ തെളിവ് പുറത്തുവിടട്ടെ. ഇവിടെ VD സതീശനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അൻവർ പറയുന്നുണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെ. അൻവർ പറഞ്ഞ ബാക്കി കാര്യങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് പ്രതിപക്ഷവും UDF-ഉം കോൺഗ്രസും കേരളത്തിലെ പൊതുസമൂഹവും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയുന്ന ആക്ഷേപമാണ്. കേരളത്തിലെ CPM-ന്റെ സഹപ്രവർത്തകർ പറയുന്ന ആക്ഷേപമാണ് ഇന്ന് അൻവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് അന്വേഷിക്കണമെന്ന് പറയുന്നത്. ആന്റണി, ജിൻഡോ പറയുന്നതിലും കാര്യമില്ലേ? ഇതിലൊരു ഡബിൾ ഏജന്റ് റോൾ കളിക്കുന്നുണ്ടോ? ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള സൂപ്പർ DGP ചമയുന്നു എന്ന് PV അൻവർ MLA ആരോപിക്കുന്ന ADGP MR അജിത് കുമാർ. ആന്റണി. ഡോക്ടർ അരുൺകുമാർ, ഇപ്പം ഈ ആരോപണം വന്നു, ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു MLA ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതും ഉന്നത IPS ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗൗരവമുള്ളൊരു കാര്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA നേരിട്ട് വന്ന്, അതും ഭരണകക്ഷിയിലെ MLA നേരിട്ട് വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ ഗൗരവമുണ്ട് എന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇനിയും വരുന്നുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ട്, അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊരു കാര്യം, ഈ ക്രമസമാധാന ചുമതലയുള്ള, അതായത് സ്റ്റേറ്റ് ഒട്ടുക്ക് ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP, അത് ഈയിടെ കുറച്ച് നാളുകളായിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഒരു ADGP ഏൽപ്പിക്കുന്നത്. ആ ADGP കേരളം ഒട്ടാകെ ഓടി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ADGP ആയിരിക്കും. അപ്പം അധികാരം ഒരിടത്ത് തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസറിലേക്ക് വരുന്നു. അതും സംസ്ഥാന പോലീസ് മേധാവി അല്ലാത്ത അതിന് താഴെയുള്ള, അതിൽ ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മേൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങളും വരാനുള്ള സ്വാഭാവികമായുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അത് നമ്മളിപ്പോൾ ഒരു ആരോപണം വന്നു, ആരോപണത്തിനെ പറ്റി അന്വേഷിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നിപ്പം പോലീസ് മേധാവിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത IPS ഉദ്യോഗസ്ഥർ ഇന്ന് യോഗം ചേരുന്നുണ്ട്. അപ്പം ആരോപണങ്ങളുണ്ട്, അത് നിഷേധിക്കേണ്ട കാര്യമില്ല. ആരോപണങ്ങൾ വരട്ടെ, അന്വേഷിക്കട്ടെ, തെളിയട്ടെ. പക്ഷേ ഇന്നിപ്പം മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പം ഒരു SP യുവ IPS ഓഫീസർ ഈ പറഞ്ഞ MLA-യുമായി സംസാരിക്കുന്ന ഫോണിലൂടെയുള്ള സംസാരം എല്ലാവരും കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ പോലീസിൽ ഇന്നിപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതിന് ഒരു കാല് പിടിക്കുകയാണ്. ഒരു നാണോ ഉളുപ്പുമില്ലാതെ കാല് പിടിക്കുകയാണ്. ജീവിതാനന്ദം വരെ എൻ്റെ IPS പദവി DGP ആവുന്നത് വരെ ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുമെന്നാണ്. അതെ അരുൺകുമാർ, അത് ഒരു പോലീസ് സർവീസിലുള്ള ആൾക്കും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും ഒക്കെ അപമാനം വരുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ആ കേൾക്കുന്നത്. ഞാൻ എൻ്റെ സർവീസ് 25 കൊല്ലത്തോളം ഉണ്ട്, അതുവരെ ആ കാലം അത്രയും ഞാൻ അടിമയായി കഴിഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് ഒരു യുവ IPS ഉദ്യോഗസ്ഥനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണോ? അങ്ങനെയാണോ ഇന്നിപ്പോൾ ചോരത്തിളപ്പോടുകൂടി പരീക്ഷ പാസ്സായി IPS ഉദ്യോഗം ഏറ്റെടുത്ത് ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെയാണോ പെരുമാറേണ്ടത്? നല്ല രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, ഭരണം എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നുമല്ല. അവർക്ക് ചുറുചുറുക്കോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ്, ആ ഉള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാകാത്തവരല്ല ഈ MLA-മാരൊന്നും, അല്ലെങ്കിൽ അതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും തന്നെയല്ല. പക്ഷേ കേണുവീണ് അപേക്ഷിക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ആ MLA കൊടുത്ത പരാതി പിൻവലിക്കണമെന്നാണ് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ പിൻവലിക്കുകയല്ല? എൻ്റെ കയ്യിൽ കുറ്റങ്ങളില്ല, ഞാൻ ഇതിനകത്ത് എനിക്ക് പങ്കില്ല എന്ന്
ഉറപ്പുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ. ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണല്ലോ കാല് പിടിക്കുന്നത് കെ എം ആന്റണി. തേക്ക് വെട്ടിവിറ്റത് മാത്രമല്ല, മഹാഗണിയുടെ ഒരു ശിഖരം മുറിച്ചു കൊണ്ടുപോയത് മാത്രമല്ല, ഈ മഹാനെതിരെ ഇപ്പോൾ അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കസ്റ്റംസുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധം കാരണം കസ്റ്റംസുകാർ എയർപോർട്ടിൽ നിന്ന് സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന് പുറത്തേക്ക് ഈ സ്വർണ്ണക്കടത്തുകാർ പോകുമ്പോൾ 25 സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ആ 25 സ്വർണ്ണ ബിസ്ക്കറ്റും ഭദ്രമായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് പുറത്തെ പോലീസിന് വിവരം ചോർത്തി കൊടുത്ത് അവരുടെ കയ്യിൽ നിന്നും 10 സ്വർണ്ണ ബിസ്ക്കറ്റ് കസ്റ്റംസും 15 ഇപ്പുറവും തട്ടിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള പൊട്ടിക്കൽ സംഘമാണ്. അധോലോകവും കള്ളക്കടത്തുമാണ് നടത്തുന്നതെന്ന് ഗുരുതര ആരോപണമുണ്ട്. ആ ഗുരുതര ആരോപണത്തിന് കുടപിടിച്ചു കൊടുക്കുന്നത് ഈ ADGP ആണ്. ഇവരൊരു സംഘം പോലെ പ്രവർത്തിച്ചു എന്നാണ് ഈ ഇടതുപക്ഷ MLA പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു ആരോപണം ഇടതുപക്ഷത്തുള്ള MLA ഉയർത്തുമ്പോൾ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP മാറ്റി നിർത്തണ്ടേ കെ എം ആന്റണി? തീർച്ചയായിട്ടും ആ ആരോപണം ഞാൻ കേട്ടു. കാരണം സ്വർണ്ണക്കടത്തുകാർക്ക് അതുപോലെ തന്നെ കസ്റ്റംസിൽ മുമ്പ് ജോലി ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞ SP എന്നും ആ കസ്റ്റംസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ കിട്ടാറുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ CCTV ഉണ്ടാവും, അതുകൊണ്ട് അവിടെ വെച്ച് ഇത് പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടി വരുമെന്നും എന്നും മറ്റുമൊക്കെയുള്ള അത് കഴിഞ്ഞ് പുറത്ത് പോലീസ് പിടിക്കുന്നുവെന്നും അവിടെ നിന്നത് ആ രീതിയിൽ കള്ളക്കടത്തുകാരൊക്കെ സത്യസന്ധരാണെന്ന് പറയേണ്ടി വരും കെ എം ആന്റണി. ഇത് ഡബിൾ ഏജന്റ് കളിക്കുന്നു, സർക്കാർ സർവീസിൽ നിൽക്കുന്നു. ഞാൻ ബി ജയരാജിലേക്ക് വരുന്നു. ബി ജയരാജ്, എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത്തരം ഗുരുതരമായ ആരോപണം നേരിടുന്ന ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP അജിത് കുമാർ ഇനി ഒരു നിമിഷം ആ പദവിയിൽ തുടരുക സാധ്യമാണോ? അദ്ദേഹത്തോട് SP ഇപ്പോൾ നിർബന്ധിത അവധിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇടതുപക്ഷ MLA വിശ്വസിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ക്രമസമാധാനത്തിന് ചുമതല എടുത്തു മാറ്റാത്തത്? അത് ഉടൻ അടിയന്തരമായി എടുത്തു മാറ്റേണ്ടേ MR അജിത് കുമാറിൽ നിന്ന്? ഇന്നത്തെ മീറ്റിങ്ങിന്റെ ബ്രീഫിംഗ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്തായാലും ഉടനെ തന്നെ എടുത്തു മാറ്റുമായിരിക്കും. എടുത്തു മാറ്റുക തന്നെ വേണം. കാരണം ഇത്തരത്തിലുള്ള ഈ പോലീസ് അട്രോസിറ്റീസ് ഇന്നലെ തുടങ്ങിയതല്ല. അതിപ്പോൾ പുലിക്കോടൻ ആണെങ്കിലും മറ്റേ ജയറാം പടിക്കലാണെങ്കിലും കരുണാകരന്റെ കാലം തൊട്ടേ ഉള്ളതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി വേണമെന്നാണ്. അല്ല, ആരാണ്? കെ കരുണാകരനൊന്നും രാജിവെച്ചില്ലല്ലോ. കെ കരുണാകരനൊന്നും രാജിവെച്ചില്ലായിരുന്നല്ലോ ആ സമയത്ത്. ഈ രാജൻ കേസൊക്കെ നടക്കുന്ന സമയത്ത് കെ കരുണാകരൻ രാജിവെച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി. രാജൻ കേസിന് ശേഷം അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിയ സംഭവമാണത്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം, പൂർണ്ണമായ ഒരു അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാവും. കാര്യം ഒരു ദിവസത്തിനകത്ത് വെച്ച് ഇന്ന് അടിയന്തരമായ യോഗം കൂടി നാളെ ഇതിന്റെ തീരുമാനം വരുമായിരിക്കും. അതിനു മുമ്പേ നമുക്ക് വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. എടുക്കുകയും ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഈ അരാജകത്വവും അധോലോകത്തെയും നിയന്ത്രിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ വരികയും ചെയ്യുന്ന വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമില്ലേ? ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണെന്നല്ലേ പി ശശിയെ ചൂണ്ടിക്കാട്ടി പറയുന്നത്? അതിനകത്തുള്ള ഒരു പ്രശ്നം ഇതാണ് പറഞ്ഞത്. പാർട്ടി ഇടപെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പറയും സെൽഫ് ഭരണമാണെന്ന് പറയും. അതല്ല, ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു ബാലൻസ് ബാലൻസിന് ഒരു സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു പക്ഷേ പി ശശി മൂലമായിരിക്കാം. ആ CM-ന്റെ ഭരണം നടക്കുന്നില്ല. അതല്ലേ അൻവറിന്റെ ആരോപണം. അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ചൂണ്ടിയാണ് പറയുന്നതെങ്കിലും ചെന്ന് കൊള്ളുന്നത് CM-നല്ലേ സാർ? തീർച്ചയായിട്ടും എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ പറയാറുണ്ട്, കോൺഗ്രസ്സുകാർ കുറേ നാളുകളായിട്ട് 7 വർഷമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് നമ്മുടെ വീട്ടിലെ കിണറ്റിൽ ഒരു തൊട്ടി വീണാലും അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയൻ എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ശീലിച്ചിട്ടുള്ള ജിൻഡോ ജോണൊക്കെ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. സ്ഥാപിച്ചതാണ് ഈ ADGP-യെ. ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, സംസ്ഥാനത്തെ പത്തനംതിട്ടയിലെ SP പറഞ്ഞതാണ് സാർ. ആ SP പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഗൂഢസംഘം, ഒരു ഡീപ് സ്റ്റേറ്റും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണമായ തൃശ്ശൂർ പൂരം കലക്കാൻ വരെ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം. അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, അത് TN പ്രതാപൻ്റെ വോട്ട് എവിടെ പോയെന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. പിന്നെ ഒരു പൊളിറ്റിക്കൽ, അതായത് ഒരു ഉത്സവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, പോലീസ് ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെറിയൊരു വികാരത്തെയൊക്കെ വ്രണപ്പെടുത്തുമെങ്കിലും അതൊന്നും ഡയറക്റ്റ്ലി ഇലക്ഷനെ ബാധിക്കത്തില്ല. ഇപ്പോൾ ക്യാമ്പസിൽ പോലീസ് കയറുന്നത് പോലെയുള്ളൂ.
അപ്പൊ അത് ജയരാജൻ, സ്വാഭാവികമായിട്ടും താങ്കളെ നമ്മളെല്ലാം സംബന്ധിച്ച് കണ്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി മിക്കവാറും ഭരിക്കുന്ന ആഭ്യന്തര ഉത്സവപ്പറമ്പിൽ വകുപ്പിന് ഇത്തരത്തിലുള്ള കീഴിൽ വിഷയങ്ങളൊക്കെ സ്വർണം നടക്കും. പൊട്ടിക്കൽ സംഘം വളരുന്നു, അതുമായി ബന്ധപ്പെട്ട് കൊലപാതകവും നടത്തുന്നു, റിയൽ എസ്റ്റേറ്റ് വ്യവസായിയെ കാണാതായതിനു പിന്നിൽ യഥോലോക സംഘത്തിന്റെ കൈയുണ്ട്, മരം വെട്ടി മോഷണം നടത്തുന്നു, ഡാൻസ് ഓഫ് എന്ന പേരിലുള്ള കൊട്ടേഷൻ സംഘത്തെ, മാഫിയ സംഘത്തെ വളർത്തുന്നു. ഇതൊന്നും ആഭ്യന്തര വകുപ്പിന്റെ പരാജയമേ അല്ല. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം. കാര്യം ഇന്നാണ് ഈ വാർത്ത പുറത്തറിയുന്നത്. ആ വാർത്ത പുറത്തറിയുന്ന കാര്യം ഇവർ തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്, പോലീസാണല്ലോ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്സസ് എവിടെയോ ഒരു ലിങ്ക് മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ മിസ്സിംഗ് കണ്ടുപിടിച്ചതിന് ശേഷം കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി അവർക്ക് നിയമപരമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതാണ് ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത്. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ, പ്രത്യേകിച്ച് വിശിഷ്യ ഒരു ഇടതുപക്ഷ മുന്നണി ചെയ്യേണ്ടത് അത് തന്നെയാണ്. അതിനുള്ള നടപടികളാണ് വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇന്ന് നടന്നത് നാളെ നടക്കാൻ പോകുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. സൂപ്പർ DGP ആയി പെരുമാറുകയായിരുന്നു അഡീഷണൽ DGP MR അജിത് കുമാർ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വരാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ആഭ്യന്തര വകുപ്പിൽ അധോലോകമോ എന്നാണ് ചോദ്യം. ഡോക്ടർ ജിൻഡോ ജോൺ, എനിക്ക് 1 മിനിറ്റ് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇടതുപക്ഷ പ്രതിനിധിയുടെ പ്രതികരണത്തോടുള്ള താങ്കളുടെ പ്രതികരണം അറിഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എല്ലാത്തിനും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് പോലെയുള്ളൊരു സാഹചര്യമാണോ ഇതും, ഡോക്ടർ ജിൻഡോ ജോൺ? അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞു. കഴിഞ്ഞ 7-7.5 വർഷക്കാലമായിട്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഏറ്റവും മോശപ്പെട്ട വകുപ്പ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും മോശപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. ബാക്കി എല്ലാ മന്ത്രിമാരെയും മാറ്റിയപ്പോൾ ഏറ്റവും മോശപ്പെട്ട വകുപ്പിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞില്ല, അദ്ദേഹം തുടരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ കീഴിലെ DGP ആരാണെന്ന് പോലും കേരളത്തിൽ അറിയില്ല. പക്ഷെ DGPക്ക് പകരം ആ പണിയെടുക്കുന്ന ADGP ക്രിമിനലാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ, മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു MLA വിളിച്ചു പറയുമ്പോൾ ഈ കൊലപാതകവും കള്ളക്കടത്തും അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കണ്ടേ? ഇത് കഴിഞ്ഞ 7-7.5 വർഷക്കാലമായിട്ട് പ്രതിപക്ഷവും പൊതുജനവും പറയുന്ന കാര്യമാണ്. അന്വേഷിക്കണ്ടേ? ഇവിടെ ഒരു SP MLA യുടെ കാല് പിടിക്കുന്നു, ജീവിതകാലം മുഴുവൻ വിധേയത്വം ഉണ്ടാകുമെന്ന്. ചെയ്ത തെറ്റിനും ചെയ്യാൻ പോകുന്ന തെറ്റിനും എത്രത്തോളം ആഴമുണ്ടെന്ന് തെളിയിക്കുന്ന കാര്യമാണത്. അങ്ങനെയുള്ള SP-മാരൊക്കെ IPS നാണക്കേടാണ്. അവരൊക്കെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇവിടെ ആഭ്യന്തര വകുപ്പിൽ വാഴ നടാനായിട്ട് ശേഷിയുള്ള ഏതെങ്കിലും ഒരു SFI-കാരനോ DYFI-കാരനോ ഉണ്ടോ? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു വാഴക്കണ്ണുമായിട്ട് നടക്കുന്നല്ലേ? പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ജിൻഡോ ജോൺ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ B ജയരാജ്, KM ആന്റണി, റംല, അദീബ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.